9 വർഷത്തോളമായി ചെന്നൈയിലെ DHL IT പാർക്കിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ബിനീഷേട്ടൻ. ഏറ്റവും അടുത്ത സുഹൃത്തായ മനീഷിൻ്റെ ചേട്ടനായതിനാൽ ശ്രീറാമിനും സഹോദര സ്നേഹം അയാളോടുണ്ടായിരുന്നു. 30 വയസ്സായെങ്കിലും വീട്ടുകാരുടെ കല്യാണക്കെണിയിലൊന്നും വീഴാതെ ബാച്ചിലർ ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു ബിനീഷേട്ടൻ. പഴനിയിലും രാമേശ്വരത്തും ക്ഷേത്ര സന്ദർശനത്തിന് കുടുംബസമേതം പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും സിനിമാ പഠനത്തിന് തമിഴ്നാട് തിരഞ്ഞെടുക്കുമ്പോൾ ഏക ധൈര്യം ബിനീഷേട്ടൻ ചെന്നൈയിലുള്ളതായിരുന്നു. എതിർവശത്തുള്ള റോഡിലേക്ക് അവൻ നടന്നെത്തിയതും റോഡിൻ്റെ ആരംഭത്തിൽ കാണുന്ന SBIയുടെ ATM കൗണ്ടറിൻ്റെ മുന്നിൽ ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ബിനീഷേട്ടനെ കണ്ടു. ഓയ് ബിനീഷേട്ടാ! അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്തുവാടാ ഇത്? നാട്ടിലെ നിന്റെ സാധനങ്ങൾ മൊത്തം ഇങ്ങ് കൊണ്ടുപോന്നോ? ഇതിപ്പോൾ ഒരുപാട് ബാഗുകൾ ഉണ്ടല്ലോ. അവൻ്റെ വലിയ 3 ബാഗുകൾ കണ്ട് അയാൾ അമ്പരന്നു. ഒരു വഴിക്ക് പോവുമല്ലേ? എൻ്റെ സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങ് എടുത്തേച്ചു. ശരി ശരി, സമയം കളയണ്ട, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. കുറച്ചു കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല തിരക്കാവും. ശ്രീറാം നിലത്തേക്ക് വച്ച ബാഗുകളിൽ ഒന്നെടുത്ത് തൻ്റെ തോളിലേക്ക് ക്രോസ് ആക്കിയിട്ടുകൊണ്ട് ബിനീഷേട്ടൻ പറഞ്ഞു. ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആക്സിലേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ ബിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബുള്ളറ്റിൻ്റെ പിൻസീറ്റിലിരുന്ന് അവൻ ചെന്നൈ നഗരത്തെ ആകെ നോക്കിക്കണ്ടു. വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടി പൊടിമയമായ അന്തരീക്ഷം. ലൂണ പോലുള്ള വണ്ടികളാണ് ആളുകൾ അധികമായി ഉപയോഗിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ചായക്കടകൾക്ക് മുന്നിലിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പ്രായം ചെന്നവർ ചായ കുടിച്ച് കുശലം പറയുന്നു. മിക്കവരുടെയും കയ്യിൽ 4 മണി പലഹാരം പോലുള്ള സമൂസയോ ചെറിയ വെട്ടുകേക്കോ ഉണ്ട്. പലരുടെയും അരികിൽ പൂക്കൂടയും ചീരക്കൂടയും കെട്ടിടം പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. അതാണ് അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. റാം അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് മിററിൽ കൂടി കണ്ട ബിനീഷേട്ടൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂളിയ ശേഷം വീണ്ടും ചുറ്റുപാടുകളിലേക്ക് കണ്ണുപായിച്ചു. ഏകദേശം അരമണിക്കൂർ എടുത്തു ബിനീഷേട്ടൻ്റെ താമസ സ്ഥലമായ അയ്യപ്പൻ താങ്കലിലെത്താൻ. സാമാന്യം തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ബിനീഷേട്ടൻ്റെ ഫ്ലാറ്റ്. നടുവിൽ കൂടി ചവിട്ടുപടികൾ മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള 2 നില കെട്ടിടം. 2 നിലകളിലായി അന്യോന്യം അഭിമുഖീകരിക്കുന്ന തരത്തിൽ 4 ഫ്ലാറ്റുകൾ. മുകളിലത്തെ നിലയിൽ വലതുഭാഗത്തായിരുന്നു അവരുടെ ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ട്രെയിനിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തനിക്കുണ്ടായ അതേ മനോവിഷമം റാമിന് വീണ്ടും ഉണ്ടായി. ചെറുപ്പം മുതൽ വീട്ടിൽ നിന്നും അധികമായി അവനങ്ങനെ മാറി നിന്നിട്ടില്ല. ബാഗിൻ്റെ സൈഡിലെ നൈറ്റ് കൊണ്ടുള്ള അറയിൽ നിന്നും ഒരു ബോട്ടിൽ ഊരിയെടുത്ത് അവശേഷിച്ചിരുന്ന ഇളം ചുവപ്പ് നിറമുള്ള വെള്ളം ശ്രീറാം വായിലേക്ക് കമഴ്ത്തി.